ലയൺസ് ക്ലബ് തലശ്ശേരിയിൽ 318 ഡിസ്ട്രിക്ട് ഗവർണർ കെ.വി. രാമചന്ദ്രൻ ഔദ്യോഗിക സന്ദർശനം നടത്തി. ലയൺസ് ക്ലബിനെ കുറിച്ച് ചിത്രലേഖ വിശദീകരിച്ചു. ചടങ്ങിൽ ആയുർവേദ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വനിതാ വാർഡിലേക്ക് ലയൺസ് വനിതാ വിഭാഗം ടെലിവിഷൻ സമ്മാനിച്ചു. ലയൺസ് ക്ലബ് തലശ്ശേരിയിൽ 318 ഡിസ്ട്രിക്ട് ഗവർണർ കെ.വി. രാമചന്ദ്രൻ ഔദ്യോഗിക സന്ദർശനം നടത്തി. എല്ലാ സർവീസ് പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഡിസ്ട്രിക്റ്റിൽ മൾട്ടിപ്പിൾ ടൂർസ് ഇന്റർനാഷണൽ വളരെ ടൈംലി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ സർവീസ് ആക്ടിവിറ്റീസും മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വാട്സപ്പ് അതേപോലെ തന്നെ വിഷ്വൽ മീഡിയയിലൂടെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ അതിനെ പ്രചരിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നമ്പർ ഓഫ് പീപ്പിൾ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഈ ക്ലബിന്റെ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് ക്ലബിന്റെ ലക്ഷണങ്ങളാണ്. ടൈംലി സബ്സ്ക്രിപ്ഷൻ ഓഫ് ന്യൂസ്, അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയർ സക്സഷൻ പ്ലാൻ, അടുത്തോട്ട് പ്രസിഡന്റ് ആരായിരിക്കണം, സെക്രട്ടറി ആരായിരിക്കണം, ട്രഷറർ ആരായിരിക്കണം, അതിനെക്കുറിച്ചൊക്കെ മുൻകൂട്ടിയൊരു ധാരണ നമ്മുടെ നെക്സ്റ്റ് ലീഡർഷിപ്പിനെ തെരഞ്ഞെടുക്കാനും ആ ലീഡർഷിപ്പിനെ കണ്ടെത്താനുമുള്ള ഒരു ക്ലബിന്റെ ഓരോ ആളുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ കാപ്പബിലിറ്റി മനസ്സിലാക്കി നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു ടീം നെക്സ്റ്റ് സെഷൻ. അപ്പൊ അങ്ങനെ ഓരോ സെഷനിലും ഓരോ വർഷവും പുതിയ ആൾക്കാരെ കണ്ടെത്തുമ്പോൾ നമ്മുടെ ക്ലബ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സുള്ള ക്ലബാണ് ഇന്ന് തലശ്ശേരി വരുന്നത്. പണ്ട് 500 കണ്ണൂരുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി വളരെ പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഓരോ വർഷവും നല്ല നല്ല മെമ്പേഴ്സിനെ കണ്ടെത്തി നല്ലൊരു ഒരു ക്ലബായി നല്ലൊരു മെമ്പർഷിപ്പുള്ള ക്ലബായി ഇതിനെ വളർത്തിയെടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് രാജഗോപാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അതിന് എല്ലാവിധ നന്ദിയും ഞാൻ ഈ ക്ലബിലുള്ള പേരത്ത് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ ദീപാ വിഷ്ണുകുമാർ ഫാമിലി അവരുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും ആ ഫാമിലിക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ LLF വളരെ ഊർജ്ജമായി പ്രവർത്തിക്കുകയും അവരാണ് ആയുർവേദ ഹോസ്പിറ്റലിന് കൊടുക്കാൻ വേണ്ട ഫണ്ട് കണ്ടെത്തുകയും ഒക്കെ ചെയ്തത്. അതിലുള്ള എല്ലാ മെമ്പർമാർക്കും പ്രസിഡന്റ് ജനതാ രാമകൃഷ്ണൻ, സെക്രട്ടറി പ്രതിഭ, ട്രഷറർ പ്രഭാരാജഗോപാൽ, ആശാ രാജേഷ് കൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചിത്രലേഖ ലയൺസ് ക്ലബിനെ പറ്റി ക്ലാസ് എടുത്തു. ആയുർവേദ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വനിതാ വാർഡിനു വേണ്ടി ലയൺസ് വനിതാ വിഭാഗം ടെലിവിഷൻ സമ്മാനിച്ചു. കേണൽ കുറുപ്പിന്റെ ഓർമ്മയ്ക്കായി ഡോക്ടർ ദീപ വിഷ്ണുകുമാർ സേവാഭാരതിക്കായി സ്ട്രക്ചർ കൈമാറി. പാവപ്പെട്ട കുടുംബത്തിനുള്ള ഫുഡ് കിറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. MBBS വിദ്യാർത്ഥിക്കുള്ള ധനസഹായം എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്നും ചാർട്ടേഡ് അക്കൗണ്ടന്റ് രാമചന്ദ്രൻ കൈമാറി. TK രജീഷ്, AJ മാത്യു, പ്രദീപ്, പ്രതിഭ, വിനോദ് ഭട്ടതിരിപ്പാട്, ഷാജി ജോസഫ്, ഗംഗാധരൻ പാലേരി, സിദ്ധാർത്ഥ്, പ്രസൂൺ, ചാക്കോ ജോസഫ്, സുധീഷ് കർഷേണായി, ശ്രീനിവാസ് പൈ, ജലജ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സുഭാഷ് നന്ദി പറഞ്ഞു.
ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി. ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്കെല്ലാവർക്കുമുള്ളൂ, നമ്മുടെ കുടുംബം. ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ്, TV, refrigerator, washing machine, air condition, kitchen appliances, small appliances, wooden hob and home decor. അങ്ങനെ എന്തുമാവട്ടെ, അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ, നിക്ഷാൻ ഇലക്ട്രോണിക്സ്. ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും 365 ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ്. വിശ്വസിക്കാം, സ്വന്തം കുടുംബം പോലെ. നിക്ഷാൻ ഇലക്ട്രോണിക്സ്,